കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഉദ്ദേശിക്കുന്നത് തലയിലെ പെയിൻ ശല്യം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ്. അപ്പം ഞാനിപ്പം മെയിനായിട്ട് പറയാൻ കാരണം ഞാൻ കുറച്ച് ദിവസം സ്കൂളും കാര്യങ്ങളൊക്കെ കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ, അപ്പം ഈ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ വരുന്നൊരു മെയിൻ പ്രശ്നമാണ് ഈ കൊച്ചു കുട്ടികളെല്ലാം അടുത്ത് വരുമ്പം വെച്ചാൽ ഞാൻ പ്രീ സെക്ഷനിലാണ്. അപ്പം കുഞ്ഞുങ്ങളടുത്ത് വരുമ്പം അവരുടെ തലയിൽ കുറച്ച് പേന് ഈര് ഇങ്ങനെയൊക്കെയുള്ളത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. അപ്പം ഇത് കാരണം നമുക്ക് ടീച്ചേഴ്സ്മാർക്ക് പെട്ടെന്ന് പേൻ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ താളിയും മറ്റു കാര്യങ്ങളൊന്നും വലിയ ഈ ടൈമിൽ വെച്ചാൽ ഡെയിലി ജോലി കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നവർക്ക് അത് പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മേടിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഈ അടുത്ത് വെച്ചിട്ടുള്ളത്, മെഡിക്കൽ. ഇപ്പം മെഡിലൈസും ഉണ്ട്, മെഡിക്കലും ഉണ്ട്. അപ്പം എനിക്ക് നല്ല ഇതായിട്ട് എഫക്റ്റായിട്ട് തോന്നിയത് ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ വില വരുന്നത് നമുക്ക് വില കുറവാണ്, വലിയ വിലയൊന്നുമില്ല, ഒരു 60 രൂപയെ വരത്തുള്ളൂ. മറ്റതും സെയിം ഇതേപോലെ 50-60 ആണെന്ന് തോന്നുന്നു അതിൻ്റെ വില. പക്ഷേ എനിക്ക് അതിൽ തോന്നിയെന്ന് വെച്ചാൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് മെഡിലൈസ് വയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഡ്രൈ ആവും എങ്കിലും അത്ര ഡ്രൈ ആവത്തില്ല, അതിൻ്റെ അത്ര കഷ്ടം തോന്നത്തില്ല ഇത് തേച്ച് കഴിയുമ്പോൾ. അതുപോലെ തന്നെ പേന് ഇതാണെങ്കിലും മറ്റെങ്കിലും സെയിം മെത്തേഡാണ്. പേൻ ഇങ്ങനെ നമുക്ക് കുറച്ച് മുടി എടുത്ത് ഇങ്ങനെ തേച്ച് കുളിച്ച് കഴിഞ്ഞാലും പേനെല്ലാം ചത്തു പോകുന്ന മെത്തേഡ്, അതെല്ലാം വന്നിട്ട് ഉറങ്ങി പോകുന്നൊരു രീതിയാണ് ഈ മെഡിക്കൽ തേക്കുമ്പോഴത്തേക്കും വരുന്നത്. ഉറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് കോതിയെടുത്ത് മാറ്റി കളയുക തന്നെ ചെയ്യണം, എങ്കിലേ അത് മൊത്തത്തിൽ പോകത്തുള്ളൂ. അല്ലാതെ ഇത് അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കും. പിന്നെ ഈ അതുപോലെ തന്നെയാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് ചീകി മാറ്റി കൊടുക്കണം. പേനിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും കക്കടി അതെല്ലാം നമുക്ക് അതിൽ നിന്ന് മാറാനായിട്ട് സംഗതി ബെസ്റ്റാണ്. മറ്റേ സംഗതിയിൽ മെഡിലൈസ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ പോകുന്നത് കുറവായിട്ട് എനിക്ക് തോന്നി. ഇതിപ്പോൾ ഒരു 2 പ്രാവശ്യമോ ഒരു ഒറ്റ തവണ തന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. വെച്ചാൽ നമുക്ക് ആ തോർത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് എല്ലാം കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പം ഈ പെൻചീപ്പ് വെച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മൾ നോർമൽ ചീപ്പുണ്ടല്ലോ, നോർമൽ ചീപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ചീകി എടുത്താലും പേൻ വീണോളും കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ ചീപ്പിൻ്റെ അകലം കൂടിയ ചീപ്പല്ല, കുറച്ച് അടുത്തടുത്ത് ഇതായിട്ടുള്ള ചീപ്പിട്ട് കോതിയാൽ മാത്രമേ പോകത്തുള്ളൂ. പിന്നെ ഇത് നമുക്കിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആഴ്ചയിൽ ഇപ്പം മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എന്തായാലും വർക്കിങ്ങിലാണ് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സാറ്റർഡേ സൺഡേ വീട്ടിൽ കാണുന്നവരായിരിക്കും. പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച സ്കൂൾ കാണത്തില്ല. അപ്പോൾ അവർക്ക് അല്ലാതെയുള്ള വർക്കിംഗ് വേറെ ജോലിയുള്ളവർക്കൊക്കെ സൺഡേ യൂസ് ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താലും മതി. ഞാനിത് ആഴ്ചയിൽ സൺഡേ ആണ് യൂസ് ചെയ്യാറ് പൊതുവെ. സൺഡേ യൂസ് ചെയ്തിട്ട് 2 ദിവസത്തേക്ക് ഓയിൽ ചത്ത് പോകാൻ വേണ്ടിയിട്ട് അതിന് പിന്നെ ഫുഡ് ഫീഡ് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല പൊതുവെ. അപ്പം ഒരു സൺഡേ തേച്ചിട്ട് സാറ്റർഡേ മൺഡേ ഫുൾ വെറുതെ ഒന്ന് വിട്ടിരിക്കും, വേറെ ഓയിൽ മസാജിങ് ഒന്നും ചെയ്തില്ല. അപ്പം പിന്നീട് നമുക്ക് തലമുടിയിൽ ഉടക്കോ അല്ലെങ്കിൽ ഒന്ന് കെട്ടാനായിട്ട് പറ്റുന്നില്ല, മുടി ഭയങ്കരമായിട്ട് പറന്ന് കിടക്കുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങ് വിടുക മാത്രമേ ചെയ്യാറുള്ളൂ ഓയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച ആകുമ്പോൾ വീണ്ടും ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കുളിക്കുക. ഓക്കെ, ഇങ്ങനത്തെ ചെയ്യുന്ന രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സാധനമാണ്. ഞാൻ പേനിൻ്റെ ശല്യം എനിക്ക് എപ്പോഴെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഓടിപ്പോയി മേടിക്കുന്ന സാധനം മേടിക്കാറ്. ഇപ്പം കുറച്ച് ഷോപ്പിലൊക്കെ വരുന്നില്ല, അപ്പം മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. ഇപ്പം എനിക്കൊന്ന് മാർജിൻ ഫ്രീയിലൊക്കെ വന്നു തുടങ്ങി, പിന്നെ ഇടയ്ക്ക് വെച്ചത് കാണാനില്ല. ഇതിൻ്റെ തന്നെ കുറച്ച് വേറെയും പ്രോഡക്റ്റിലെന്തോ വേപ്പലയുടെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത് വെച്ചാൽ അത് ഫുൾ വേപ്പലയുടെ കളറിലായിട്ടാണ് വേറൊരു കുപ്പിയൊക്കെയാണ്. ഇതിൻ്റെതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ ഒരു കൊച്ചിൽ ഏകദേശം എനിക്കത് തേക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ തൊട്ടാണ് ഈ ഒരു കുപ്പി ഈ ഒരു നല്ലൊരു മണമാണ്. അത് തന്നെയാണ് ഇപ്പോഴും മെഡിക്കലിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം യൂസ് ചെയ്താലും നിങ്ങൾക്ക് തലയിലുള്ള പെയിൻ എന്തായാലും പോകും. പിന്നെ പെയിൻ കഴിവതും കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അനാവശ്യമായിട്ട് നമ്മൾ ഈ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടിരിക്കുന്ന രീതിയിലുള്ള ഈ അഴുക്ക് കാര്യങ്ങൾ വെക്കാതെ താളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈന്യൂട്ടായിട്ട് ഷാമ്പോ യൂസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ശല്യം കഴിവതും കുറയും. പിന്നെ കൂടുതലും വരുന്നതെന്ന് വെച്ചാൽ ഈ പൂക്കൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് തലയിൽ വെക്കുന്നവർ തലയിൽ എന്തായാലും പെയിൻ ശല്യം കൂടുതലായിരിക്കും. ഇതൊന്നും വേണ്ട, നമുക്ക് നാച്ചുറൽ റെമഡി ആയിട്ട് കുറയ്ക്കുന്നുള്ളവരാണ് ശ്രമിക്കുന്നതെങ്കിൽ തുളസിയില ബെസ്റ്റ് സാധനം കേട്ടോ. തുളസിയില വെച്ച് പണ്ടുള്ളവർ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ
പെയിൻ കുറയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തുളസിയില വെച്ച് പോകാനൊന്നും സമയമില്ലാത്തത് കൊണ്ടിട്ടാണ്. പൊതുവെ സമയമില്ല, പിന്നെ തുളസിയിലയും കാണാനില്ല, ചൂടൊക്കെ ആയിരുന്നു തുളസിയിലയും പെട്ട് പോയിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു സാധനം എന്ന് വെച്ചാൽ മെഡിക്കറ തന്നെയാണ്. മെഡിക്കറ ഇവിടെ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പം പെയിൻ ചെയ്ത് നോക്കുന്നവർക്ക് ബെസ്റ്റാണ്. ഓക്കെ, ബായ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം.